ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സേമിയ കുൽഫി ആയിട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, അതുമാത്രമല്ല ഈസിയുള്ള പരിപാടിയുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാടി ഞാനിവിടെ ഒരു കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുക്കി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ സാധനം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ടേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ഇതിൽ 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കാഷ്നട്ടും അതുപോലെ തന്നെ പിസ്തയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇനി അടിച്ചെടുത്ത ഈ ഒരു മിക്സ് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് കുറുക്കിച്ചെടുത്തിട്ട് വരാം. സംഭവം ഈസിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. ചൂടുകാലത്തൊക്കെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ ഇത് കുൽഫി. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇനി ഇതാ ഈ മിക്സ് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ സേമിയ മിക്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു മിക്സ് നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു ഐസ് പാക്കിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചോക്കോബാറിന് മാംഗോ ബാറിനെ പോലത്തെ കൊള്ളി ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വന്ന ഈ ഒരു മിക്സ് ഞാൻ ഒരു ഗ്ലാസ്സിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുന്നുണ്ട്. കളയണ്ട വെച്ചിട്ടാണ് ഗ്ലാസ്സിലാക്കി വെക്കുന്നത്. ഇപ്പോൾ രണ്ടും ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം. ഒരു 5-8 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഞാൻ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ ഞാൻ കലണ്ടാന്ന് വെച്ച് മാറ്റി വെച്ച് ഈ ഗ്ലാസ്സിൽ ഒഴിച്ച ഈ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇതും കുൽഫി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്ലൈസായിട്ട് മുറിക്കുക ചെയ്യുന്നത്, അപ്പോൾ പുഡിങ് പോലെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റുമാണ്, ഈസിയുമാണ് ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്, ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ തണുത്തൊക്കെ തിന്നാം. അപ്പോൾ നമ്മളിതാടി മുറിച്ചിട്ട് നല്ല ടേസ്റ്റ്, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു സാധനമാണ് കേട്ടിത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.